പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും നിത്യനുമായ സ്വർഗീയ പിതാവേ, ത്രിയേക ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. അവിടുത്തെ കൃപാവരത്തിൽ ഞങ്ങളെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോപ്പ, ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും കർത്താവിൻ്റെ കരുണയാലും സ്നേഹത്താലും ഞങ്ങൾക്കുള്ളവരെയും എവിടെയെല്ലാമായിരിക്കുന്നോ അവിടെയെല്ലാം അവിടുത്തെ കരുണയും സ്നേഹവും കൊണ്ട് നിറച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നപ്പാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെയും സഹോദരങ്ങളെയും കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവരുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ ആവശ്യം ആർക്കെല്ലാം ആവശ്യമാണോ അപ്പോൾ അവരെ എല്ലാവരെയും ഈശോയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. നാഥ, എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ ഈശോപ്പ. ഞങ്ങൾ അങ്ങിൽ നിന്ന് പിരിഞ്ഞ് ജീവിപ്പാൻ ഇടയാക്കാതെ വണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ ദിനംതോറും വഴി നടത്തുമാറാകണമേ അപ്പ. ഞങ്ങൾക്ക് എത്ര കാലത്ത് ആയുസ് തന്നാലും എൻ്റെ കർത്താവിൻ്റെ കരുതലിലും സംരക്ഷണത്തിലായിരിക്കാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചു വചനമെടുത്തു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 12-ാം അധ്യായം എടുത്തു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഇപ്രകാരം പറയുന്നു: അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയെല്ലാം ഇത് അറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ വചനം. ഇതിൽ 2-ാം വാക്യം എനിക്ക് അധികമായി സന്തോഷം തരുന്ന വാക്യമാണ്. അതേ സഹോദരങ്ങളെ, നമുക്ക് രക്ഷയാകുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമുക്ക് ശക്തിയാണ്, സംഗീതമാണ്, രക്ഷയാണ്. ആ പിതാവിനെ നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്തോത്രവും സ്തുതിയുടെയും ഗാനങ്ങൾ പാടുന്നവരായി തീരാം. ഈ കരുണയുടെ സമയം നമ്മെ എല്ലാവരെയും ഈശോയുടെ പക്കൽ സമർപ്പിച്ച് വറ്റാത്ത സ്നേഹധാരയ്ക്കായി പ്രാർത്ഥിക്കാം. ആമേൻ.